നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സിനോട് വലിയ താല്പര്യമില്ല, ഞാൻ വോട്ട് ചെയ്യാൻ പോകാറില്ല എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് കഴിഞ്ഞ ദിവസം വൈറലായ ഈ ഒരു ക്ലിപ്പിലെ ഈ പുള്ളിക്കാരി. So, Paul William, what's your political leaning? Political leaning? I don't watch politics. Don't have any political opinion? No. Did you vote? No. ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് പുള്ളിക്കാരി ഞാൻ പൊളിറ്റിക്സ് ഫോളോ ചെയ്യാറില്ല, വോട്ട് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത്. വോട്ട് ചെയ്യാൻ പോകണോ വേണ്ടയോ, പൊളിറ്റിക്സിൽ താല്പര്യം കാണിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ഒബ്വിയസ്ലി അത് ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. പക്ഷേ നമ്മുടെ ഓരോ വോട്ടിനും വിലയുണ്ട്. അതുപോലെ തന്നെ വോട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് നെവർ കൂൾ. അത് ചിലപ്പോൾ റോങ് ആൾക്കാരിലേക്ക് പവർ എത്തിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് കേംബ്രിഡ്ജ് അനലിറ്റിക്ക ചെയ്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപക്ഷെ മിക്കവാറും തന്നെ കേട്ടിട്ടുണ്ടാവും കേംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച്. അത് ഭയങ്കര പ്രശ്നമായിട്ടൊരു സംഗതിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫേമസ് ആയിട്ടുള്ള സംഭവമായിരുന്നു. അവർ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഓരോ ഇൻഡിവിജ്വൽ ആൾക്കാരെ കേറ്റർ ചെയ്തിട്ട് പല രാജ്യങ്ങളിലെയും ഇലക്ഷനിലൊക്കെ അവർ ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ അവരുടെ തന്നെ ഒരു പ്രസൻറ്റേഷൻ, ദി ഗ്രേറ്റ് ഹാക്ക് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ കരീബിയനിലുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ ഇന്ത്യക്കാരും ഉണ്ട്, അതുപോലെ തന്നെ ആഫ്രിക്കൻസും ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലാണ്, രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഉള്ളത്. അപ്പോൾ ഇവർ തമ്മിലൊരു കോമ്പറ്റീഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കേംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഒരു പരിപാടി അവർ ഒപ്പിച്ചു. അപ്പോൾ അതാണ് ബേസിക്കലി ആ ഒരു ക്ലിപ്പിലുള്ളത്. ഇതാണ് ആ ഒരു ക്ലിപ്പ്. As a firm, we are a behavior change agency. The holy grail of communications is when you can start to change behavior. Turn it out, this is a great, interesting case history of how we look at problems. There are two main political parties, one for the blacks and one for the Indians. And, they screw each other. So, we were working for the Indians. We went to the client and we said, we want to target the youth. And we try and increase apathy. And the campaign had to be non-political because the kids don't care about politics. It had to be... ഇത് അവരുടെ തന്നെ പ്രസന്റേഷൻ ആയിരുന്നു. അപ്പോൾ അവർ എങ്ങനെയാണ്, ഒരു ബ്ലാക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്സിന് അവരെങ്ങനെയാണ് ഇന്റർഫിയർ ചെയ്ത് അവരെന്ത് തന്ത്രമാണ് ഉപയോഗിച്ചെന്നുള്ളതാണ് ബേസിക്കലി അത് പറയാൻ പോകുന്നത്. Reactive because they're lazy. So we came up with this campaign which was all about be part of the gang, do something cool, be part of a movement. And it was called the Do So campaign. It means I'm not going to vote. Do so, don't vote. The salute of resistance that is known to all across Trinidad and Tobago. Do so, do so, do so. It's a sign of resistance against, not the government, against politics and voting and stuff. They're making their own YouTube videos. This is the Prime Minister's house. It's being graffitied. It was carnage. We knew that when it came to voting, all the Afro-Caribbean kids wouldn't vote, because they do so. But all the Indian kids would do what their parents told them to do, which is go out and vote. They had a lot of fun doing this, but they're not going to go against their parents' will. Thank God for the guidance that has brought us here to this retreat. Thank you. ഫൈനലി ഇന്ത്യക്കാർ ജയിച്ചു. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോട്ട് ചെയ്യാതിരിക്കുന്നത് കൂളാണ്, ഡു സോ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ വെച്ചിട്ട് അവർ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തു. അപ്പോൾ ഒരു ബിഹേവിയറൽ ചേഞ്ച് ഏജൻസി എന്ന് തന്നെയാണ് ഇവരുടെ ഈ ഒരു പ്രസൻറ്റേഷൻ. ഇതൊരു വേറൊരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഇവർ നടത്തിയൊരു പ്രസൻറ്റേഷനാണ്. അപ്പോൾ ആ പ്രസൻറ്റേഷനിൽ അവർ പറയുന്ന കാര്യം അതാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആൾക്കാരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വീണ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രോ കരീബിയൻ കിഡ്സിനെയാണ് അവർ ശരിക്കും പറഞ്ഞത് അതുകൊണ്ട് ടാർഗറ്റ് ചെയ്തു. വോട്ട് ചെയ്യാതിരിക്കുന്നത് കൂളാണ്, ഇത് പൊളിറ്റിക്സിനെതിരെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെതിരെയുള്ള പോരാട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും ഇവിടെ അത് കൂളാണ്, അല്ലെങ്കിൽ എനിക്ക് പൊളിറ്റിക്സിൽ താല്പര്യമില്ല, പൊളിറ്റിക്സ് ഇല്ലാത്തൊരു ലോകം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഗതി നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഒരാൾ പൊളിറ്റിക്സിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മറ്റൊരാൾ അവിടെ ജയിച്ചു പോവുകയാണ് എന്നുള്ള കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെയാണ് അവർ ഇലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നതിന് ശേഷമാണ്
ഫേസ്ബുക്കിനോട് ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള വിരോധം വന്നു തുടങ്ങിയത് തന്നെ. ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കമ്പനികളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഡാറ്റ അവർ ചോർത്തി കൊടുക്കുന്നു എന്നുള്ള പേരിലൊക്കെയാണ് പിന്നീട് അതിനുശേഷം വലിയ വിവാദങ്ങളൊക്കെ ആയത്. അപ്പോൾ ഇവർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ മാത്രമല്ല വേറെയും രാജ്യങ്ങളിലൊക്കെ ഇവർ ഈ പറയുന്ന പോലെ ഇലക്ഷൻ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ട്. അപ്പം മാത്രമല്ല ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ അടിയിലുള്ള കമൻസ് എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണെന്നാണ് പലരും കമൻറ്റ് ഇടുന്നത്. ടർക്കിയിലൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട്. ഇതാണ് ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. വോട്ട് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നെവർ കൂൾ. തീർച്ചയായും ഓരോ വോട്ടിനും വിലയുണ്ട്.